الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى، وما ينطق عن الهوى إن هو إلا وحي യൂഹാ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്ത് വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പ്രിയം വെച്ച് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് യഥാർത്ഥ വിശ്വാസിയാവാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസ പൂർത്തീകരണത്തിന് പ്രവാചക സ്നേഹം അനിവാര്യമാണ്. അതിൻ്റെ ഖുർആനിക വചനങ്ങളും ഹദീസുകളും ആ പ്രവാചകനെ ജീവനു തുല്യം അല്ല, സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ ചരിത്രങ്ങൾ, ഇതെല്ലാമാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് പ്രവാചക കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി ആ പ്രവാചകനെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉണ്ടായിരിക്കുക. നാം പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് മുതൽ
അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മുടെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക. ഇതാണ് ഒരു യഥാർത്ഥ പ്രവാചക സ്നേഹിയുടെ രീതി എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന കൊണ്ടാണ് എഴുന്നേറ്റിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും അങ്ങനെയാണ്. എന്റെ പ്രവാചകൻ പല്ല് തേച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെയാണ് പല്ല് തേക്കുന്നത്. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങനെയാണ്. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തത് ഇപ്രകാരമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വുളു എടുക്കുന്നത്. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെയാണ് നമസ്കാരം നിർവഹിക്കുന്നത്. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് പെരുമാറിയിട്ടുള്ളത്, ഭർത്താവിനോട് പെരുമാറേണ്ടത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, മാതാപിതാക്കളോടുള്ള കടപ്പാടുകളുടെ നിർദ്ദേശങ്ങൾ നൽകിയത്, മക്കളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള അധ്യാപനങ്ങൾ നൽകിയതൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ ആരാവട്ടെ, ഏത് മേഖലയിലാവട്ടെ, അവിടെയൊക്കെ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്ന് നിർത്തുന്ന വ്യക്തിയാണ് ഒരു യഥാർത്ഥ വിശ്വാസി. ഇതാണ് സത്യത്തിൽ ഒരു യഥാർത്ഥ പ്രവാചക സ്നേഹി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാസം റബീഉൽ അവ്വൽ മാസമാണ്. ഇത് സന്തോഷത്തിന്റെ മാസമാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് പ്രവാചകൻ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് സ്നേഹമുള്ളവർ, പ്രവാചക സ്നേഹികൾ, പ്രവാചകനോട് ഇഷ്ടമുള്ളവരെല്ലാം നബിദിനം ആഘോഷിക്കും. അതല്ലാത്തവരോ, പ്രവാചകനോട് ഇഷ്ടമില്ലാത്തവർ നബിദിനം ആഘോഷിക്കില്ല. ഇങ്ങനെ രണ്ട് രൂപത്തിലായി മുസ്ലിം സമൂഹത്തെ വിഭജിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രഭാഷണങ്ങളും എഴുത്തുകളും ഒക്കെ ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവ്വതരത്തിലുള്ള സംഘടനാ പക്ഷപാതിത്വങ്ങളും മാറ്റിവെച്ച് ഞാനും നിങ്ങളും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പലപ്പോഴും പറയുന്നത്, ഇത് പറഞ്ഞിട്ട് ഓരോ വർഷം കൂടുമ്പോഴും ഇതിന്റെ ശക്തി കൂടുകയല്ലാതെ കുറയുന്നുണ്ടോ? എന്തിനാണ് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളുക, ഇത് മനസ്സിലാക്കുക, ഇത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. പക്ഷപാതിത്വങ്ങൾ മാറ്റിവെക്കുക. ഇവിടെ രണ്ട് കക്ഷികളാണുള്ളത്. ഒന്ന് നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ, രണ്ടാമത്തത് നബിദിനം ആഘോഷിക്കാത്ത ആളുകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, ഞാൻ ഏതു പക്ഷത്താണ്? ഞാൻ നബിദിനം ആഘോഷിക്കുന്നവരുടെ പക്ഷത്താണോ, അതല്ല ഞാൻ നബിദിനം ആഘോഷിക്കാത്തവരുടെ പക്ഷത്താണോ? എന്തുകൊണ്ടാണ് ഞാൻ ഈ പക്ഷത്ത് ചേരാനുള്ള കാരണം? ഞാൻ മുജാഹിദാണ്, അതുകൊണ്ട് ഞാൻ നബിദിനം ആഘോഷിക്കില്ല. അല്ലെങ്കിൽ ഞാൻ സമസ്തയാണ്, ഞാൻ നബിദിനം ആഘോഷിക്കും. അല്ലെങ്കിൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിയാണ്, എന്റെ നിലപാടിതാണ്. അതല്ല ഞാൻ തബ്ലീഗുകാരനാണ്, എന്റെ നിലപാടിതാണ്. ഇതല്ല ഒരു മുസ്ലിമിന്റെ നിലപാട്, ഇതല്ല ഒരു വിശ്വാസിയുടെ നിലപാട്. നിങ്ങളിൽ വല്ല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടോ, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹുവിലേക്ക് മടക്കുക, അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് മടക്കുക. പ്രമാണങ്ങളിലേക്ക് നിങ്ങളിലുള്ള ഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അഭിപ്രായത്തിനൊരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പ്രമാണങ്ങളിലേക്ക് മടക്കണമെന്നുള്ളതാണ് അള്ളാഹുവും പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു സത്യവിശ്വാസി എല്ലാ തരത്തിലുള്ള പക്ഷപാതിത്വങ്ങളും മാറ്റിവെച്ചിട്ട് അവന്റെ നിലപാട് ഇതാണ്. ഇതാവണം ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് അള്ളാഹുവിന്റെ മതമാണ്. ഇത് ഏതെങ്കിലും മനുഷ്യന്റെ തലച്ചോറിൽ ഉദിച്ച ഏതെങ്കിലും മനുഷ്യന്റെ അഭിപ്രായങ്ങൾ ഒരു ദർശനമായി എഴുതി വെച്ച് രേഖപ്പെടുത്തി പ്രചരിപ്പിക്കപ്പെട്ട ഒരു ദർശനമല്ല, ഒരു മതമല്ല ഇത്. ഇത് തീർത്തും അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ മതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആനിന്റെ വചനം കൊണ്ടാണ്. എങ്ങനെയാ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയത്? വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى
ഈ മതം ഏത് രൂപത്തിലാണ് നമുക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഇത് തീർത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വയട്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല പ്രവാചകന്. മറിച്ച് പ്രവാചകൻ സംസാരിച്ച ഏതൊരു കാര്യമുണ്ടോ, ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, തീർത്തും ദൈവികമായ ദിവ്യ വെളിപാടിന്റെ ആശയത്തിലൂടെ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത്. മതത്തിന്റെ കാര്യങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചത് മുഴുവനും പ്രവാചകന്റെ തലച്ചോറിൽ നിന്ന് ഉദിച്ച ഇത് നല്ലതാണ്, ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് എടുക്കാൻ പറ്റിയതാണ്, ഇത് നിങ്ങൾ അനുവർത്തിച്ചുകൊള്ളൂ, ഇത് നിങ്ങൾ വിശ്വസിച്ചോളൂ, ഇത് നിങ്ങൾ ആചരിച്ചോളൂ എന്നല്ല. തീർത്തും അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായി ആകാശങ്ങൾക്കപ്പുറത്തു നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്റെ സവിധത്തിലേക്ക് എത്തിച്ചു കൊടുത്ത അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹീ മുഖേനയാണ് ഈ മതത്തിന്റെ എല്ലാ തരത്തിലുള്ള നിയമാവലികളും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മറിച്ച് എന്തെങ്കിലും ഒന്ന് പ്രവാചകന്റെ വകയായി ഈ മതത്തിലേക്ക് ചേർത്തിയിട്ടില്ല. അങ്ങനെ ചേർത്താലോ അള്ളാഹ് താക്കീത് നൽകുന്നുണ്ട് പ്രവാചകരെ കുറിച്ച്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, ആ ദിവ്യ വെളിപാടിനോടൊപ്പം എങ്ങാനും പ്രവാചകൻ വല്ലതും കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പ്രവാചകനെ നാം നമ്മുടെ വലത് കരം കൊണ്ടൊരു പിടുത്തം പിടിക്കുമായിരുന്നു. ഈ മതത്തിലേക്കെങ്ങാനും വെള്ളം ചേർത്താൽ, ഈ വഹയിലേക്കെങ്ങാനും വെള്ളം ചേർത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ ആ പ്രവാചകന്റെ ജീവനാടി നാം മുറിച്ചു കളയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ ഒരു തരത്തിലുള്ള അധികാരവും ഈ വിഷയത്തിൽ ഇല്ല. എന്താണോ അള്ളാഹ് പഠിപ്പിക്കുന്നത് അതാണ് നമുക്ക് എത്തിച്ചെന്നത്. അതാണ് ഈ മതത്തിന്റെ പ്രത്യേകത. ഇത്രയും സുരക്ഷിതമായി പൂർത്തീകരിക്കപ്പെട്ടു ഈ മതം. വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയിൽ അല്ലാഹ് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം ഇതാ നിങ്ങൾക്ക് മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇനിയൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ലാത്ത രൂപത്തിൽ, ഇനി ഈ മതത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തു മാറ്റേണ്ടതില്ലാത്ത രൂപത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പൂർത്തീകരിക്കപ്പെട്ട മതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കപ്പുറത്ത് പ്രമാണങ്ങളെ നോക്കിക്കാണുന്ന ഒരു യഥാർത്ഥ മുസ്ലിം എന്നുള്ള നിലക്ക്, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഈ വിഷയത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹ് പഠിപ്പിക്കുന്നു, ഈ മതം പൂർത്തീകരിച്ചു, ഇത് വഹയിലൂടെ പൂർത്തീകരിച്ചതാണ്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ്? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഈ മതത്തിലേക്ക് പൂർത്തീകരിച്ച ഈ മതത്തിലേക്ക് ഇനി എന്തെങ്കിലും കൂട്ടിയാലോ? ഞാൻ നിങ്ങളോട് പറയാ, ഇതൊരു നല്ല കാര്യമാണ്, ഇത് നിങ്ങൾ ചെയ്തോളൂ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാലോ? എന്താ അതിന്റെ വിധി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ഈ മതത്തിലേക്ക് വല്ല ആളുകളും മൻ അഹ്ദസ ഫീ അംരിനാ, ആരെങ്കിലും പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം. അത് വിശ്വാസികൾക്കുള്ളതല്ല. കാരണം എന്താ? ഇത് വഹയിലൂടെ അവതരിപ്പിക്കപ്പെട്ട മതമാണ്. ഇത് അല്ലാഹ് അൽയൗമ അക്മൽതു ലക്കും, ഇത് കാമിലാണ്, ഇത് പൂർത്തീകരിച്ച മതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചൊരു വിശ്വാസി എങ്ങനെയാവണം. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബനി ഇസ്രാഈല തഫറഖത അലാ 72 മില്ല, തീർച്ചയായിട്ടും ബനു ഇസ്രായേലിയർ 72 വിഭാഗമായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടോ. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, തീർച്ചയായിട്ടും എന്റെ സമുദായവും 73 വിഭാഗമായി ഭിന്നിക്കുക തന്നെ ചെയ്യും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ, എല്ലാ ആളുകളും നരകത്തിലാണ്, ഒരൊറ്റ വിഭാഗം ഒഴികെ. റസൂലുള്ളാഹി പറയാ, ഒരൊറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ, ബാക്കി എല്ലാവരും നരകത്തിലാണ്. ആരാണ് വിഭാഗം? മുജാഹിദ. ആരാ വിഭാഗം? സുന്നിയ. ഏത് വിഭാഗമാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. സഹാബത്ത് ചോദിച്ചു ഈ ചോദ്യം, വമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ ആരാണ് ആ ഫിർഖത്തുൻ നാജിയ, ആരാണ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഏക വിഭാഗം ആരാണ്? എല്ലാവരും നരകത്തിലേക്ക് പോകുമ്പോ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ വിഭാഗം ആരാണ് റസൂലേ എന്ന സ്വഹാബത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉത്തരം പറഞ്ഞു കൊടുത്തു, ആ വിഭാഗം മാ അന അലൈഹി വഅസ്ഹാബി അൽയൗം, ഇന്ന് ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്റെ മുകളിലാണോ, ഏതൊരു വിശ്വാസങ്ങളുടെ മുകളിലാണോ, ഏതൊരു ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്, ഇതുപോലെ ജീവിക്കുന്ന ആളുകൾ അതാണ്. അതൊരു സംഘടനയല്ല, അതൊരു വിഭാഗം ആളുകളാണ്. ആ വിഭാഗത്തിന്റെ ക്വാളിറ്റി റസൂലുള്ള പഠിപ്പിച്ചത് എന്താണ്? അവർ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് വിശ്വസിച്ചോ, എന്താചരിച്ചോ, അല്ലാഹുവിന്റെ പ്രവാചകരും സഹാബത്തും അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവർ ഈ ദീനിലേക്ക് കൂട്ടിച്ചേർത്തലുകൾ നടത്തുന്നവരല്ല. മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്, ഈ മതത്തിലേക്ക് പുതുതായിട്ട് പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നതിന്റെ അപകടം എന്താണ്? ഒരു മനുഷ്യൻ ഈ മതത്തിലേക്ക് ചില കാര്യങ്ങൾ പുതുതായിട്ട് ചേർക്കുകയാണ്. ഇത് നല്ല നമസ്കാരമാണ്, അത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, കുഴപ്പമില്ല, എന്നാലും ചെയ്തു നമസ്കാരമല്ലേ, എന്താ കുഴപ്പം? ഇത് നല്ലൊരു നോമ്പല്ലേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ലേ, ചെയ്തോളൂ നോമ്പ്. ഈ രൂപത്തിലെ പല കാര്യങ്ങളും ഇസ്ലാം മതത്തിലേക്ക് ഒരു പുത്തനായ കാര്യം കൊണ്ടുവരികയാണ് ഒരു മനുഷ്യൻ. എന്നിട്ടോ യറാഹാ ഹസന, അയാൾ പറയുന്നത് എന്താണ്? ഇത് ബിദ്അത്തുൻ ഹസനയാണ്. യറാഹാ ഹസന, ഇത് എന്റെ വാചകമല്ല, ഇമാം മാലിക് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. യറാഹാ ഹസന, അയാൾ വാദിക്കുന്നത് ഇത് നല്ല കാര്യമെന്നാണ്. എങ്കിൽ മനസ്സിലാക്കണം, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അയാൾ പരോക്ഷമായി വാദിക്കുന്നത് എന്താണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. നഊദു ബില്ലാഹ്. എന്തേ കാരണം? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താ? നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നിങ്ങളെ നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്നതും സർവ്വ നന്മകളും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളെ. അത് പഠിപ്പിച്ചിട്ടാണ് ഇല്ലാതെ അമർത്തുക്കും ബി, ഇത് പഠിപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത് എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ടോ ഇത് പഠിപ്പിച്ചിട്ടില്ല. നബിദിനം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ നോമ്പ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, ഈ നിസ്കാരം റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? ഇത് നല്ലതാണെന്നാണ്. പക്ഷേ അയാൾ വാദിക്കുന്നത് റസൂലുള്ള ഇത്രയും നല്ലൊരു കാര്യം ഉണ്ടായിട്ടും റസൂലുള്ള നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ള റിസാലത്തിൽ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അൽയൗമ അക്മൽതു ലക്കും എന്ന ആയത്ത് തെളിവിനോദുകയാണ്. ഇത് പൂർത്തീകരിച്ച മതമാണ്. ഈ മതത്തിലേക്ക് ഇനിയൊന്നും കൂട്ടിച്ചേർക്കാനില്ല. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഫമാലം യകുൽ യൗമഇദിൻ ദീനാ ഫലാ യകൂനു അൽയൗമ ദീനാ. സഹോദരങ്ങളെ, എല്ലാ പക്ഷപാതിത്വങ്ങളും നമ്മൾ മറന്നു കളയുക. നമ്മുടെ സംഘടനയോ, നമ്മുടെ സംഘടനയുടെ ലേബലോ, നമ്മുടെ നേതൃത്വമോ, നമ്മുടെ നേതാക്കളോ നാളെ നമ്മ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസമാണ്, ആചാരങ്ങളാണ്, അവിടുത്തെ അനുധാവനമാണ്, അവിടുത്തെ ഇത്തിബാ ആണ്. മഹാനായ ഇമാം മാലിക് ഇത് അവസാനിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനു അൽയൗമ ദീനാ. അന്ന് ദീനല്ലാത്ത ഒന്ന് ഇന്ന് ദീനാവുകയില്ല. അടിവരയിട്ട് മനസ്സിലാക്കണേ, അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദീനല്ലാത്ത ഒന്ന്, പ്രവാചകന് പരിചിതമല്ലാത്ത ഒന്ന്, സ്വഹാബത്ത് ആചരിക്കാത്ത ഒന്ന് ഇന്ന് ദീനാവുകയില്ല. വളരെ സിമ്പിളാണ്, പരിശോധിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഏറ്റവും ഉത്തമരായ നൂറ്റാണ്ട് പ്രവാചകന്റെ നൂറ്റാണ്ടാണ്, സ്വഹാബത്തിന്റെ നൂറ്റാണ്ടാണ്. അവരൊക്കെ ഈ വിഷയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഞാൻ മുജാഹിദായതുകൊണ്ട് ഇത് ആഘോഷിക്കില്ല എന്നോ, ഞാൻ സമസ്തയായതുകൊണ്ട് ഇത് ആഘോഷിക്കുന്നല്ല. നമ്മുടെ നിലപാട് ഇതല്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റെടുക്കണം, നെഞ്ചോട് ചേർത്ത് വെക്കണം. ഇല്ല എന്ന് നമുക്ക് തെളിഞ്ഞാലോ
അത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്. മാറ്റിവെക്കാൻ കഴിയണം. കാരണം ഈ മതത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് വല്ലാത്ത അപരാധമാണെന്നും പാരത്രിക ലോകത്ത് സുഹുഖൻ സുഹുഖൻ ലിമൻ ഗയ്യറ ബഅദി സുഹുഖൻ സുഹുഖൻ ലിമൻ ബദ്ദല ബഅദി, എന്റെ മതത്തിലേക്ക് പുതുതായിട്ട് പല കാര്യങ്ങളും പല പുത്തനാചാരങ്ങളും കൂട്ടിച്ചേർത്തവരെ ദൂരപ്പോ ദൂരപ്പോ എന്ന് ആട്ടിയോടിക്കുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ള പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ ഹൗദിന്റെ സമീപത്വം എന്റെ ഉമ്മത്തികളിൽപ്പെട്ട എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഹൗദ് ഇങ്ങനെ മുക്കിക്കൊടുക്കും. അതിൽ നിന്നൊരിക്കൽ കുടിച്ചവന് പിന്നെ ദാഹമില്ല. അതാ സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്കും അവർക്കും ഇടയിൽ ഒരു വലിയ മറ പ്രത്യക്ഷപ്പെടുന്നു. എനിക്കവരെ കാണാൻ കഴിയുന്നില്ല. ഞാൻ അള്ളാഹുവിനോട് പറയും, ഉമ്മത്തി ഉമ്മത്തി, അള്ളാഹുവേ അതെന്റെ സമുദായമാണ്, അവരെന്റെ ഉമ്മത്താണ്. അള്ളാഹുവിന്റെ വർത്തമാനം എന്താണ്? അള്ളാഹ് പ്രവാചകനോട് അവിടെ വെച്ച് പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ തിരുദൂതരെ, താങ്കൾക്കറിയില്ല താങ്കളുടെ വിയോഗാനന്തരം ഈ മതത്തിലേക്ക് എന്തെല്ലാമാണ് അവർ കൂട്ടിച്ചേർത്തതെന്ന് നിങ്ങൾക്കറിയില്ല. അവര് പല നമസ്കാരങ്ങളും ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. താങ്കൾ പഠിപ്പിക്കാത്ത പല ആഘോഷങ്ങളും പല നോമ്പുകളും പല സംവിധാനങ്ങളും ഈ മതത്തെ അവര് വികലമാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയും, സുഹുഖൻ സുഹുഖൻ ലിമൻ ഗയ്യറ ബഅദി. ആട്ടിയോടിക്കും അള്ളാഹുവിന്റെ റസൂൽ. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇതൊരു സംഘടനയുടെ വിഷയമല്ല, ഇത് ദീനിന്റെ വിഷയമാണ്. ഇത് പരലോകത്തിന്റെ വിഷയമാണ്. ഇത് സ്വർഗ നരകങ്ങൾ വേർതിരിക്കുന്ന വിഷയമാണ്. ബുദ്ധി കൊടുത്ത് ആലോചിക്കുക, വിവേചന ശക്തി ഉപയോഗപ്പെടുത്തുക. സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീൻ, വഹയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദീൻ, ആ തനതായ രീതിയിൽ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് ശാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹം ഈ വിഷയകമായി നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അസ്ലു അമലിൽ മൗലിദി ബിദ്അ. ഈ മൗലിദാഘോഷത്തിന്റെ അസ്ൽ എല്ലാവർക്കും അറിയാവുന്ന പദമാണ്. അതിന്റെ അടിസ്ഥാനം ബിദ്അ. അതെന്താണ്? സുന്ന എന്നല്ല, ബിദ്അ. അത് ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹ് മിനൽ ഖുറൂനി الثلاثه. ലം തുൻഖൽ, ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹ്, ഒരു സലഫ് സ്വാലിഹിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അസ്സലാസ, 3 നൂറ്റാണ്ടിൽ, മിനൽ ഖുറൂനി الثلاثه, 3 നൂറ്റാണ്ടിലെ. ഏതാണ് 3 നൂറ്റാണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നൂറ്റാണ്ട്. അവിടുത്തെ തിരുചുണ്ടുകളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത് ജീവിച്ച നൂറ്റാണ്ട്. താബികൾ ജീവിച്ച നൂറ്റാണ്ട്. തബഉ താബികൾ ജീവിച്ച നൂറ്റാണ്ട്. അവരുടെ ജീവിതത്തിലൊന്നും ഇങ്ങനെയൊരു സമ്പ്രദായം ഇല്ല. അതെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം സഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം. അന്ന അമലൽ മൗലിദി ഹദസ ബഅദ ഖുറൂനി الثلاثه. അന്ന അമലൽ മൗലിദ്, ഈ മൗലിദ് ആഘോഷം എന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഹദസ, അത് പുതുതായി നിർമ്മിച്ചതാണ്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ എന്തായിരുന്നു? മൻ അഹ്ദസ ഫീ അംരിനാ, ഇതിലേക്ക് വല്ലതും പുതുതായി ചേർത്താൽ. ഇമാം സഹാബി പറയുന്നത് എന്താണ്? ഇത് ഹദസ, ഇത് പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. എപ്പോ? ബഅദ ഖുറൂനി الثلاثه, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം. അല്ലെ, ഈ ആനത്തു താലിബീൻ പള്ളി ദർസുകളിലൊക്കെ പഠിക്കുന്ന ഗ്രന്ഥമാണ്. അവിടെ പഠിപ്പിക്കുന്നതാണ് ഇത് ഞാൻ പറയുന്നത്. ഈ രൂപത്തിൽ ഇമാം ഫാക്കിഹാനിയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. അല്ലാഹുവിന്റെ കിതാബിലോ പ്രവാചകന്റെ സുന്നത്തിലോ ഇതിന് ഒരു അസ്ലും ഞാൻ കണ്ടിട്ടില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മത്തിൽ ലദി ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീനിൽ മുതമസ്സിഖൂന ബിആതാരിൽ മുതഖദ്ദിമീൻ. പൂർവീകരായ മാതൃകാ യോഗ്യരായ ഒരു പണ്ഡിതന്മാരിൽ നിന്നും ഇത് കൃത്യമായി ഉദ്ധരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന്
അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് അള്ളാഹുവിന്റെ പ്രവാചകന് പരിചയമില്ല. ഇത് ഏതെങ്കിലും അറബി ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, അൽ മവാഹിബുൽ ജലിയ എന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് വിരചിതമായ ഒരു തയവ കുഞ്ഞി മുഹമ്മദ് മൗലവി, അദ്ദേഹത്തിന്റെ കുറെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഒരു പദ്യരൂപത്തിൽ, കവിത രൂപത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തും നമുക്ക് കാണാം, അതിന്റെ പേര് അറബിയിലാണെങ്കിലും അതിന്റെ കണ്ടന്റുകളൊക്കെ, സംഗതികളൊക്കെ എന്താണ്? മലയാളത്തിലാണ്. ഈ മൗലിദുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്ന ചില വരികളുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. എന്താണ്? എല്ലാവർക്കും മനസ്സിലാവും, മലയാളാണല്ലോ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഏതാ 300? റസൂലുള്ളാഹി ജീവിച്ചിരിപ്പില്ല, സ്വഹാബത്ത് ജീവിച്ചിരിപ്പില്ല, താബിഈകൾ ജീവിച്ചിരിപ്പില്ല. അവരുടെ കാലഘട്ടത്തിന് ശേഷം മൗലിദ് ഉണ്ടായിട്ടുണ്ട് എന്ന അത് കൊണ്ടുവന്നത് സഹോദരങ്ങളെ ഷിയാക്കളിലെ ഉഗ്രവിഭാഗമായ ഉബൈദിയാക്കൾ എന്ന വിഭാഗമാണ്. അവര് സ്വയം പറഞ്ഞത് ഞങ്ങൾ ഫാത്തിമിയാക്കളാണ് എന്നാണ്. പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇസ്ലാമിനെ തകർക്കാൻ വന്നൊരു വിഭാഗം തുടങ്ങി വെച്ചതാണ്. ഹിജ്റ 400-കളിലാണ് അവർ തുടങ്ങുന്നത്. പക്ഷേ അത് പിന്നീട് വ്യാപകമാക്കി കൊണ്ടുവരുന്നത് ഹിജ്റ 700-കളിലാണ്. മുദഫർ എന്ന് പറഞ്ഞ ഈജിപ്തിലെ ഇറബൽ എന്ന പ്രദേശം ഭരിച്ച കേട്ടിട്ടുണ്ടാകും. മലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഇറബൽ ഭരിച്ചവനാണവൻ ധർമ്മിഷ്ഠന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. മൂപ്പരാണ് അത് തുടങ്ങി വെച്ചത്. മലിക്കുൽ മുദഫർ എന്ന് പറഞ്ഞ ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ രാജസദസ്സിൽ ഉണ്ടായിരുന്ന ശൈഖ് ബിനു ദഹിയത്ത് മൗലിദൊന്നുരരിക്കലായി, രാജാവിനത് കണ്ട് ഏറ്റവും സന്തോഷമായി. ഇബ്നു ദഹിയത്ത് എന്ന് പേരുള്ള ഒരു പണ്ഡിതന് ഒരു മൗലൂദ് കിതാബ് എഴുതി കൊടുത്തു. രാജാവിനത് കണ്ടിട്ട് വലിയ സന്തോഷമായി. മുപ്പരെ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇത് പാടാൻ തുടങ്ങി, ഇത് ആഘോഷിക്കാൻ തുടങ്ങി. അന്ന് സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000. ഈ ഏർപ്പാടുകളൊക്കെ അന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ബൈത്ത് ചൊല്ലിയത് എന്തിനാണെന്നറിയോ? ഈ ഏർപ്പാടുകളൊക്കെ തുടങ്ങിയത് അള്ളാന്റെ റസൂലിന്റെ കാലത്തല്ല, സ്വഹാബത്തിന്റെ കാലത്തല്ല. ഹിജ്റ 700-കളിൽ വന്ന ഒരു ഈജിപ്തിലുണ്ടായിരുന്ന ഒരു രാജാവാണ് ഈ വിഷയങ്ങളൊക്കെ തുടങ്ങിയത് എന്ന. എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ട് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വേണ്ടെന്നല്ല പറഞ്ഞത്. എന്നാലോ നബിക്കുള്ള മൗലിദ് വീട്ടിലും കഴിക്കേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. നബിന്റെ കാലത്തൊന്നും ഇല്ലെങ്കിൽ ഇത് ചൊല്ലണം എന്നാ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട് എന്നാ. ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന് പരിചയമല്ലാത്ത, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യ അധരങ്ങളിൽ നിന്ന് ഈ ദീൻ പഠിച്ച സ്വഹാബത്തുൽ കിറാം അവർക്ക് പരിചയമില്ലാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം 30 വർഷം അവിടുത്തെ ഖലീഫമാർ ഭരണം നടത്തിയിട്ടുണ്ട്. 55 വർഷം അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരുടെ ആരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയാം. ഈ രൂപത്തിൽ ഇത് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടത്, ഞാൻ ആദ്യം ചോദിച്ച 2 വിഭാഗമുണ്ടല്ലോ, ഒന്ന് നബിദിനം ആഘോഷിക്കുന്നവരാണ്, ഒന്ന് ആഘോഷിക്കാത്തവരാണ്. നമ്മുടെ ആരുടെ കൂട്ടത്തിലാണ് നമ്മൾ? ഏതു പക്ഷത്തിലാണ് നമ്മൾ ഉള്ളത്? നമ്മൾ നബിദിനം ആഘോഷിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ പ്രവാചകന്റെ പക്ഷത്തല്ല, സ്വഹാബത്തിന്റെ പക്ഷത്തല്ല, താബിഈകളുടെ പക്ഷത്തല്ല, തബഉത്താബിഈകളുടെ പക്ഷത്തല്ല, 4 മദ്ഹബിന്റെ ഇമാമുകളുടെ പക്ഷത്തുമല്ല എന്ന് തിരിച്ചറിയണം. അല്ല, ആഘോഷിക്കാത്തവരുടെ കൂട്ടത്തിലാണെങ്കിൽ അത് ആഘോഷിക്കാത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, അവിടുത്തെ പത്നിമാരുണ്ട്, സഹാബത്തുണ്ട്, താബികളുണ്ട്, തബഉത്താബികളുണ്ട്, മഹാന്മാരായ അഇമ്മത്തുൽ അർബഅ 4 ഇമാമുകളുണ്ട്, എല്ലാവരും ഉണ്ട്. 3 നൂറ്റാണ്ടിലെ മഹാന്മാരൊക്കെ ആ ഒരു വിഭാഗത്തിലാണ്. നമ്മൾ പരിശോധിക്കാം. ഞാൻ എന്നോട് ചോദിക്കുക, ഞാൻ ഏത് വിഭാഗത്തിലാണ്?
നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക, ഞാൻ ഏതു പക്ഷത്താണ്. അള്ളാഹുവിനും പ്രവാചകനൊന്നും പരിചയമില്ലാതെ ഏതോ 700കളിൽ കടന്നു വന്ന ഒരു രാജാവ് ഉണ്ടാക്കിയ ഒരു സമ്പ്രദായത്തിന്റെ പിന്നിലൂടെ നടക്കേണ്ടവനാണോ ഞാൻ? അതല്ല. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് അവിടുന്ന് കൊണ്ടുവന്ന ദീൻ അത് വികലമാക്കാതെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കേണ്ടവനാണോ ഞാൻ? സ്വയം പരിശോധിക്കുക, സ്വയം വിലയിരുത്തുക, സ്വർഗത്തിനായി അധ്വാനിക്കുക, ആ പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.